കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ വരണ്ടേ? എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണണം. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭാലങ്കാരം എന്ത് രൂപത്തിലാണ്, ആരാണ് ചെയ്തത് എന്നൊക്കെ നോക്കണ്ടേ? അവിടെ ഇരുന്നിട്ട് നമ്മളെ എങ്ങനെയാണ്, ഏത് രൂപത്തിലിരുന്നിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കണതെന്നൊക്കെ നോക്കണം. അപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ. ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. ആദ്യം തന്നെ ആ കിഴക്കേ നടയിൽ ആ ഗണപതി ക്ഷേത്രത്തിൽ പോവാം. ആ ഗണപതിനെ കണ്ട് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ തീർക്കാനുള്ള ആളാണല്ലോ വിഘ്നേശ്വരൻ. അപ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് തൊഴാനുള്ള അനുവാദമൊക്കെ വാങ്ങാം. അങ്ങനെ ആ വിഘ്നേശ്വരനെ കാണുമ്പോൾ അവിടെ നല്ല രസമായിട്ട് തന്നെ കാണണം. ഇപ്പം എന്താ വെച്ചാൽ അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, പുറത്തുനിന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുക, മുട്ടറക്കണവർക്കൊക്കെ മുട്ടറക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമ്മളിങ്ങനെ ഗോപുര നടയിലൂടെ, ഗുരുവായൂരപ്പൻ്റെ ഗോപുര നടയിലൂടെ അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അങ്ങനെ തിരക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ വന്ന് ആ പടിയുടെ അവിടെ എത്തി, വാതിൽപ്പടിയുടെ അവിടെ എത്തി. അവിടുന്ന് കയറാൻ ഈ പറഞ്ഞ മാതിരി ഒന്ന് ചെരിഞ്ഞ് കയറിയാൽ ഓക്കെയാണ്, എല്ലാവർക്കും കയറി തൊഴാം. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ ശ്രീലകത്തെ ആ പ്രകാശപൂരിതമായ ആ ഒരു അന്തരീക്ഷം കാണാം. അങ്ങനെ അവിടേക്കൊന്ന് നോക്കി ഇനി നമ്മൾ മേൽപ്പത്തൂരിലെ നാരായണീയൻ രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ അവിടേക്ക് ഒന്ന് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അങ്ങോട്ട് നോക്കിയിട്ട് ഇടതുവശത്തായിട്ട്, പിന്നെ വലതുവശത്തെ ആ തൂണ് നോക്കുക. തൂണിൽ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണാണ്. അപ്പോൾ അത് കണ്ട് അവിടെ ഒന്ന് വേണമെങ്കിലൊന്ന് കയ്യെത്തിച്ചാൽ തൊടാൻ പറ്റുന്ന തൂണാണ്. അങ്ങനെ തൊട്ട് അങ്ങനെ നമ്മൾ ആ വലതേ സൈഡിലൂടെ അങ്ങനെ വരുമ്പോൾ ആ പൊന്നുണ്ണിയുടെ ആ പാദസരങ്ങൾ കാണാം. രണ്ട് കാലിലും കൈവളകളും കാൽത്തളകളൊക്കെ ഇട്ടുള്ള അണിഞ്ഞ ആ രൂപമാണ്. രണ്ട് കാലിങ്ങനെ തൂക്കിയിട്ട് കാൽത്തളകൾ നല്ല ഉണ്ട്. ആ പൊന്നിൻ്റെ കിങ്ങിണി, അരയാൾ കിങ്ങിണിയുണ്ട്. പട്ട് കോണൊക്കെ ഇങ്ങനെ കൊടുത്ത് ഞെറിഞ്ഞെടുത്ത് പട്ടന്നെ ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഊഞ്ഞാലിൻ്റെ പടി കാണാനുണ്ട്. ഊഞ്ഞാലിങ്ങനെ ആയിട്ടുണ്ട്, കളഭം കൊണ്ടുള്ള ആ ഊഞ്ഞാലിങ്ങനെ വളരെ നന്നായിട്ട് മനോഹരമായിട്ടുള്ള ആ കളഭം കൊണ്ടുള്ള ആ ഊഞ്ഞാലിൻ്റെ മുകളിലിരിക്കണം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ ഇന്നത്തെ കളഭാലങ്കാരം. അങ്ങനെ കണ്ട് നോക്കുമ്പോൾ ആ മാറിലതാ ഒരു 7 ഗോപീതിലകം കൊണ്ടാണ് ഇന്നത്തെ മാറിൽ ഒരു ഇത്, നല്ല പ്രകാശമാണ്. അതേപോലെ പൊന്നിൻ്റെ ഗോപി ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ ആ നെയ്യ് വിളക്കിൻ്റെ, സ്വർണ്ണ വിളക്കിൽ ഉള്ള നെയ്യ് ഒഴിച്ചിട്ടുള്ള വിളക്കിൻ്റെ പ്രഭയും ഈ പൊന്നിൻ്റെ പ്രഭയും കൂടി കൂടുമ്പോൾ നമ്മളെ ആകെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണ്. ആ കളഭത്തിൻ്റെ ആ മഞ്ഞ കളറും എല്ലാം കൂടി ആകെ കളറാണ് ആകെ. അങ്ങനെ കണ്ട് നോക്കുമ്പോൾ പിന്നെ അതേപോലെ മാല ഉണ്ട്. മാല ഇങ്ങനെ ആ റോസ് കളറുള്ള താമരയുണ്ട്. അതേപോലെ തുളസിയുണ്ട്, ചുവന്ന പുഷ്പമുണ്ട്, തെച്ചിപ്പൂവ്, അങ്ങനൊരു മാല. പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ളൊരു മാലയും, 2 മാല ഉണ്ട്. അതേമാതിരി തിരുമുടിമാലയുണ്ട്. പീലി ഇങ്ങനെ ആ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ പീലി തിരുമുടി കെട്ടിയത് ആ തെച്ചിയും തുളസിയായിട്ടുള്ളതും, തുളസിയും ചുവന്ന ഒരു മഞ്ഞ പൂവൊക്കെ പാടായിട്ടുള്ള വെളുത്ത പൂവായിട്ടുള്ള ഒരു മാല. അങ്ങനെ 2 തിരുമുടിമാല ഉണ്ട്. പിന്നെ നല്ല വലിയൊരു മാല വേറെ കൊടുത്തിട്ടുണ്ട് അലങ്കാരമായിട്ട്. പിന്നെ വിധാനമായിട്ട് 2-4 തുളസി മാലകൾ ഇങ്ങനെ മുകളിലും കൊടുത്തിട്ടുണ്ട്. ആ ചക്രമൊക്കെ ഇങ്ങനെ നേരെ കാണാനുണ്ട്. വളരെ നന്നായിട്ട് ആ വിഗ്രഹം മുഴുക്കനെ ചാർത്തിയിട്ടുണ്ട്. അതായത് ചതുർബാഹുവായ ആ വിഗ്രഹം മുഴുവൻ നിറച്ചും കളഭം കൊണ്ടുള്ള അലങ്കാരം നന്നായിട്ട് രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ഇന്നത്തെ കളഭാലങ്കാരം ഊഞ്ഞാലാടുന്ന
പൊന്നുണ്ണിക്കണ്ണനാണ്. അത് നന്നായിട്ടുള്ള ഒരു കളഭം കൊണ്ടുള്ള അലങ്കാരം തന്നെയാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് സുമേഷോദിക്കനാണ്, പഴയ സുമേഷോദിക്കനാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. നല്ല മനോഹരമായിട്ട് ആ കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കൊച്ചോദിക്കൻ. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കണം. നമ്മളെ നോക്കി രൂപത്തിൽ, അതായത് ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് നമ്മളെ ഭക്തരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് ആ ഗുരുവായൂരപ്പൻ ഇന്നിങ്ങനെ ഇരിക്കണത് ശ്രീലകത്ത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക, നാരായണ 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 എന്ന് പറയുക. അങ്ങനെ പ്രാർത്ഥിച്ച് അവനവൻ്റെ എല്ലാ സന്തോഷവും സങ്കടവും ഒക്കെ ആ ഗുരുവായൂരപ്പനെങ്കിൽ ആ സോപാനപ്പടിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പങ്കുവയ്ക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിരുത്തി തൊഴുക. അപ്പോൾ എന്നെ ശ്രവിക്കണവരൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണിപ്പോൾ എന്ന് സങ്കല്പിക്കുക. അങ്ങനെ തൊഴുത് നേരെ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നേരെ അങ്ങനെ പോരുക. അങ്ങനെ പോരുമ്പോൾ ആ തിടപ്പള്ളിയിലേക്ക് നോക്കാം. അവിടെ ഒന്ന് ഗണപതി ഹോമം നടത്തുന്ന സ്ഥലമാണല്ലോ, ഭഗവാന് അന്നം ഊട്ടുന്ന, നേദ്യം ഊട്ടുന്ന സ്ഥലം, നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഒന്ന് നോക്കി സപ്തമാതാക്കളെയൊക്കെ നോക്കി ഇങ്ങനെ തൊഴുത് അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കാണ്, എന്നാലും അങ്ങനെ കയറാം. അങ്ങനെ കയറുമ്പോൾ ആ കളഭം കൊണ്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ അതാക്കിയിട്ടുള്ള ഗണപതിയാണ്. നന്നായിട്ടുണ്ട്, ആ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. ഒരു നല്ല മാലയുണ്ട്, നിറയെ മാലയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. സരസ്വതി ദേവിയുടെ അടുത്ത് ഉണ്ട് തുളസിമാല. അപ്പോൾ സരസ്വതി ദേവിയുടെ അടുത്ത് നോക്കി, സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നോക്കി വിഘ്നേശ്വരനെ തൊട്ട് ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ തൊഴുത് ഇങ്ങനെ ഇറങ്ങുക. തൊഴുത് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ആ സൈഡിൽ വീണ്ടും ഗണേശൻ്റെ വിഗ്രഹം കാണാം. അതുപോലെ മത്സ്യകൂർമ്മ വരാഹം ഒക്കെ ഉണ്ട്, നരസിംഹം ഒക്കെ ആ സൈഡിൽ കൂടെ തന്നെയാണ്. മേൽശാന്തിയുടെ റൂം വരെ എത്തുന്നതിൻ്റെ മുന്നേ, റൂമല്ല മേൽശാന്തി ഇരിക്കുന്ന അവിടെ നോക്കിയാൽ അവിടെ ഏതാ പ്രസാദം വാങ്ങാം. പ്രസാദം എന്ന് സുമേഷോദിക്കൻ അങ്ങനെ ഇരിക്കണം. അപ്പോൾ ആ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോരാം. നേരെ അങ്ങോട്ട് പോരുമ്പോൾ അനന്തപത്മനാഭസ്വാമീനെ നോക്കി തൊഴാം. അവിടെ നല്ല വെളുത്ത മുല്ല മാല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്, തുളസിമാലയുണ്ട്, നിറയെ ഉണ്ട്. അങ്ങനെ അലങ്കരിച്ചത് നോക്കി ഇനി നേരെ തൊഴുത് നേരെ ഇങ്ങോട്ട് ശ്രീകോവിലിൻ്റെ പുറകു വശത്തേക്ക് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളാണെങ്കിൽ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളും. അങ്ങനെ വീണ്ടും നമ്മൾ ആ ദശാവതാരങ്ങളെ ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ബലരാമനെയും ശ്രീരാമനെയും ഒക്കെ കണ്ട് ഇങ്ങനെ പോന്ന് ആ കൃഷ്ണനെ അവിടെ എത്തി. കൃഷ്ണൻ്റെ അവിടെയും കണ്ട് അങ്ങനെ വരുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്താം. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് ഒരു മാല മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്ന് കുങ്കുമം ഒന്നുമില്ല കേട്ടോ. ഒരു മാല തന്നെ ഇപ്പോൾ കൊടുന്ന് ചാർത്തിയത്, അതുകൊണ്ട് വേറെ ഒന്നുമില്ല, അലങ്കാരമൊന്നുമില്ല. അങ്ങനെ ആ കൃഷ്ണന് രാധാകൃഷ്ണ സ്വരൂപമൊക്കെ കണ്ട് ഇങ്ങനെ ആ ഓവിൻ്റെ അവിടെ എത്തി. ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇനി ഉള്ളിലേക്ക് അങ്ങോട്ട് കിടന്ന ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ നോക്കി തൊഴാം. അങ്ങനെ കിണർ നോക്കി തൊഴാം. അങ്ങനെ വന്ന് നമ്മുടെ കണ്ണൻ നൃത്തം ചെയ്യുന്ന ആ നൃത്താറയിലേക്ക് നോക്കിയാൽ കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ ഉണ്ട്, അവിടെ നമ്മളെ കാത്ത് ഇരിക്കുകയാണ്. അങ്ങനെ വടക്കേ നടയുടെ അവിടെ എത്തി ക്രൂരമേനി നന്ദഗോപരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പ്രസാദം തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ വന്ന് അത് കഴിഞ്ഞാൽ നേരെ ഇനി അമ്മേനെ കാണാൻ പോകണ്ടേ, ഭഗവതി എടത്തരികത്തുകാവിലെ അമ്മയെ കാണാം. അങ്ങനെ വരുമ്പോൾ അതിനെ തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് ഭഗവതിയുടെ അവിടെ എത്തുമ്പോൾ അതാ കോടി മുണ്ടൊക്കെ എടുത്തിട്ടാണ്, മുണ്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് മുണ്ടിൻ്റെ മുണ്ട്, അങ്ങനത്തെ പട്ടാണ് അത് എടുത്ത് ഇങ്ങനെ ഇരിക്കണം. നിറയെ മാലകളൊക്കെ ഉണ്ട്, നിറയെ പൂക്കളുമുണ്ട് മുന്നിൽ. അല്ല അർപ്പിച്ചതാണ്.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ആ ഭഗവതിയുടെ അവിടെ നിന്ന് മനസ്സുരുകിയിട്ട് പ്രാർത്ഥിച്ച് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ഇങ്ങനെ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് തിരിഞ്ഞ് കയറാൻ വൈകിച്ചാൽ അവിടെ ഭക്തരൊക്കെ ഇരുന്ന് നാമം ചെല്ലുന്ന സ്ഥലം കാണാം. അവിടെ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ കാണാം. അവിടെ ഒന്ന് തൊഴാം. അങ്ങനെ ചില സമയത്ത് അതിനെ അങ്ങോട്ട് കയറാൻ കഴിയുള്ളൂ. എന്നാലും അവിടേക്ക് ഒന്ന് കണ്ട് തൊഴുത് നേരെ നമ്മളിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ മമ്മിയൂരപ്പൻ്റെ അവിടേക്ക് നോക്കി തൊഴാം. നമശിവായ 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 എന്ന് പറഞ്ഞാൽ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ അത് മതിയല്ലോ. അപ്പോൾ അവിടെ എത്തി മമ്മിയൂരപ്പനെയും കണ്ടു. അങ്ങനെ ഇനി നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരണു. കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ആൾ രൂപം എടുത്ത് വയ്ക്കുന്ന അവിടെ ഈ മഞ്ചാടിയുടെ അവിടെയൊക്കെ നിറയെ ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ കയറി വന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നും കൂടി ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി ഊഞ്ഞാലിലിരുന്ന് ആടുന്നത് കാണാം. ഒന്നുകൂടിയും കാണാം. എന്നിട്ട് അവിടെ ആ സൈഡിലൊന്ന് നമസ്കരിക്കാൻ പറ്റുക ഒന്നുകൂടി നമസ്കരിക്കാം. കൊടിമരത്തിൻ്റെ വലതുവശത്തായിട്ട്, അതായത് നമ്മളിവിടുന്ന് ചെല്ലുമ്പോൾ കൊടിമരത്തിൻ്റെ ഇടതുവശത്ത്. അങ്ങനെ അവിടെ നിന്ന് നമസ്കരിക്കാം. തിരക്ക് ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല, തിരക്ക് ഇല്ലെങ്കിലൊന്ന് നമസ്കരിക്കാം. നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ കൂത്ത് നടത്തുന്ന അങ്കുലീയാങ്കം കൂത്ത് നടക്കല്ലേ ഇപ്പോൾ. അപ്പോൾ അവിടെ ഒന്ന് കണ്ട് കൂത്തൊക്കെ കാണാം. അവിടെ നിന്ന് നോക്കി തൊഴുത് ഇനി നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അവിടെ അതാ നന്നായിട്ടുള്ള അലങ്കാരമൊക്കെ ആയിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ സ്വർണത്തിൻ്റെ രണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പൊട്ട് പോലുള്ള ഒക്കെ വെച്ച്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ അയ്യപ്പസ്വാമീനെ കണ്ട് ഒന്ന് പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ നേരെ പടിഞ്ഞാറ നടയിലേക്ക് എത്തും. പടിഞ്ഞാറ നടയിൽ പടിഞ്ഞാറ നടയിൽ നിന്ന് ആ ദീപസ്തംഭത്തിലെ ആ വേണുഗോപാലനെയും അതുപോലെ കൊടിമരത്തിലെ വേണുഗോപാലനെയൊക്കെ കണ്ട് നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു പ്രദക്ഷിണമായി. ഇനി ഗുരുവായൂരപ്പനെ നമ്മൾ ഉച്ചപൂജ കണ്ടു, കളഭാലങ്കാരം കണ്ടു. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ സംതൃപ്തിയായി. അപ്പോൾ ഇനി ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു, അലങ്കാരം കേട്ടു. ഇന്നത്തെ ആ പൊന്നുണ്ണിക്കണ്ണനെ നേരിൽ ദർശിച്ച പോലെ ആവട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.